പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവരുന്ന വിവാഹങ്ങൾ എങ്ങനെ നടത്തുമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹ വിഷയങ്ങൾ സംസാരിക്കാൻ, ഇടനിലനിന്ന് സംസാരിക്കാൻ സ്വന്തമായിട്ട് വിശ്വസിക്കാൻ പറ്റിയ ആരും ഇല്ലാത്തവരുണ്ട് ഈശോയെ. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ചെല്ലുന്നവർ തന്നെ അവരുടെ ഉള്ളിലിരിപ്പനുസരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ആ കാര്യങ്ങൾ അടിച്ചു മാറ്റുന്ന രീതിയിൽ ചതിക്കപ്പെടുന്നവരുണ്ട് ഈശോയെ. ഇങ്ങനെ എത്രയോ മനുഷ്യരുണ്ട് ഈശോയെ. അങ്ങനെയെല്ലാം ഉള്ള മനുഷ്യരുടെ മേൽ കർത്താവേ, നീ അവരുടെ വിഷയങ്ങളെല്ലാം അങ്ങനെ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ കർത്താവേ, നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കർത്താവേ, രോഗബാധിതരുണ്ട് ഈശോയെ. ശാരീരികമായ ക്ലേശങ്ങളുണ്ട് ഈശോയെ. തങ്ങൾ ചെയ്യുന്ന ജോലി കൊണ്ട് കുടുംബം പോറ്റാൻ കഴിയാത്തവരുണ്ട് ഈശോയെ. കർത്താവ്, ഓരോ തരത്തിലുള്ള ബാധ്യതകൾ പെരുകുമ്പോൾ അതിനെ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്? ചെറിയവർക്ക് ചെറിയ ദുഃഖങ്ങളും വലിയവർക്ക് വലിയ ബാധ്യതകളെന്ന് പറഞ്ഞതുപോലെ കർത്താവ്, ഓരോ മനുഷ്യരും അവരനുഭവിക്കുന്ന സങ്കടങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാതെ വരുമ്പോൾ കർത്താവ്, നിന്നിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ്, നിന്നിലെ ഒരു വിശ്വാസം തോന്നണില്ല കർത്താവ്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ രീതികൾ, അവരുടെ തന്നെ പാപാവസ്ഥകൾ, ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതാണെങ്കിൽ കർത്താവ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല കർത്താവ്, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ, അതിൽ വിശ്വസിക്കുന്നവർക്ക് കർത്താവെ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിൻ്റെ കണ്ണ ചൊരിയട്ടെ. യാത്രയിൽ കൂടെ പോരാൻ ആരില്ലാത്തതുകൊണ്ട് ഈശോയെ, ഒരു ഇൻ്റർവ്യൂവിന്, ഒരു ടെസ്റ്റിന്, ഒരു വിദൂര യാത്രയ്ക്ക് കൂടെ പോരാൻ ആരില്ലാത്ത കാരണം ആ ഉദ്യമങ്ങൾ ഉപേക്ഷിക്കുന്നുണ്ട് കർത്താവെ. ഇങ്ങനെ ഓരോരോ തരത്തിലും മനുഷ്യർ ഭൂമിയിൽ പല വിഷമതകൾ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. കുടുംബത്തിൽ കർത്താവെ, ഒരു കാര്യം പോലും ആരോടും പറയാൻ പറ്റാതിരിക്കുന്നുണ്ട് ഈശോയെ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. നിക്കക്കളി ഇല്ലാത്തവർ, കടം മൂലം നിക്കക്കളി ഇല്ലാത്തവർ, ശാരീരിക രോഗങ്ങൾ സൗഖ്യപ്പെടാത്ത കാരണം നിക്കക്കളി ഇല്ലാത്തവർ, ഓരോ തരത്തിലുള്ള വിഷമതകളിലെ കർത്താവെ നിക്കക്കളി ഇല്ലാത്തവർ, ഓരോരുത്തരുടെ ഡേറ്റ് സർക്കാരിനോട്, കോടതിയോട്, അതുപോലെ സാമ്പത്തിക സ്ഥാപനങ്ങളോട്, അതുപോലെ വ്യക്തികളോട് ഓരോ ഡേറ്റ് പറഞ്ഞിട്ട് പാലിക്കാൻ നിർവഹമില്ലാതെ ആ ഡേറ്റ് അടുത്തടുത്ത് വരും തോറും സംഭ്രമം കയറി ഭാരപ്പെട്ട മനസ്സുമായി അറ്റാക്ക് പോലും വരുന്ന രീതിയിൽ ഉറക്കമില്ലാതെ കർത്താവെ നടക്കുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവർക്ക് ആർക്കും സഹായമില്ല ഈശോയെ. നീ മാത്രമേ തുണയുള്ളൂ കർത്താവെ. ഈ പ്രാർത്ഥന കൃപാസന ആൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, കൃപാസന ആൾത്താരെ കർത്താവ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, ഞാൻ കരയിലും കടലും നടത്തിയിട്ടുള്ള ആരാധന ശക്തിയാലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങയുടെ മക്കൾ, പ്രാർത്ഥനയ്ക്ക് കഴിവുള്ളവർ, പ്രാർത്ഥനയ്ക്ക് കഴിവില്ലാത്തവർ, പ്രാർത്ഥനയ്ക്ക് കുറവുള്ളവർ എല്ലാവരും നീ സന്ധിക്കണം. ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നീ സംരക്ഷിക്കപ്പെടട്ടെ, നീ സൗഖ്യപ്പെടട്ടെ, നീ വിടുതൽ പ്രാപിക്കട്ടെ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ, നീ ആത്മവിശ്വാസം പ്രാപിക്കട്ടെ. നിൻ്റെ ജീവിതം ആത്മീയമായ ആഘോഷമായി മാറട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ തെളിഞ്ഞു മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ വചനം നമ്മൾ വായിക്കുന്നത് ഹോശേയ 11:7. എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വച്ചിരിക്കുന്നു. ആരും അതെടുത്തു മാറ്റുകയില്ല. ഇത് ഞാൻ കേട്ടപ്പോൾ ഇത് തിരിച്ചെന്നറിയാമോ? എൻ്റെ ഈ മനുഷ്യൻ്റെ നേച്ചറില്ലേ, സുഗതകുമാരി പണ്ട് പറഞ്ഞ പോലെയാണ്. ഒരു താരകയെ കാണുമ്പോൾ അത് രാവും മറക്കും. ഒരു കുഞ്ഞിൻ്റെ പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകും. പാവം മാനഹൃദയം. അതിൻ്റെ അത് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ദൈവത്തെ മറക്കാൻ ആരുടെങ്കിലും ചിരി കണ്ടാൽ മതി, അതിൻ്റെ പുറകെ പോയിക്കൊള്ളൂ, പെട്ടെന്ന് മറക്കും. മനുഷ്യൻ്റെ ഭയങ്കര ചഞ്ചല ഹൃദയനാണ്. അതുകൊണ്ട് പല നുഖങ്ങളും നമ്മളുടെ ദൃഢനിശ്ചയില്ലായ്മ കാരണം ദൈവത്തിനെ കൊണ്ട് ചെയ്യിക്കണതാണ്. കാര്യം എന്തിനാ അപ്പം ദൈവം, നിങ്ങൾ ഓർക്കുന്നത് എന്തിനാണ് ദൈവം ഇങ്ങനെ നുഖം വെക്കണത് എന്ന് വെച്ചാൽ അതിനെന്താ പറഞ്ഞത്, ആരും അഹങ്കരിക്കാതിരിക്കാനും പിന്നെന്താണ് ദൈവത്തിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നത് ദൈവം സ്വാർത്ഥനാണോ? അങ്ങനെയല്ല. ഒരു അമ്മ എന്തിനാണ് കുഞ്ഞിന് മൊബൈൽ കൊടുത്ത് വിടണത്? എന്തെങ്കിലും അത് കുഞ്ഞിനെ സിനിമ കാണാനാണ്? അല്ല. എന്തിനാണ്? എന്തെങ്കിലും ആപത്ത് വന്ന് അമ്മയെ വിളിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു നന്മ വരാൻ പോകുന്നു, ആ നന്മയിൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കാൻ ആണ് ദൈവം പലപ്പോഴും. അഹങ്കരിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ചിലപ്പോൾ ആ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റാതെ വരും. എല്ലാ മനുഷ്യരും ഇങ്ങനെ, ഞാനൊരു 10-20 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴെല്ലാവരും ഇങ്ങനെയാണ്. ഒരു ചെറിയൊരു അനുഗ്രഹം കിട്ടിയാൽ അപ്പം ദൈവത്തെ മറക്കും. പിന്നീട് എന്തെങ്കിലും തട്ട് കിട്ടിയാൽ മാത്രമേ അവർ തിരിച്ചു വരത്തുള്ളൂ. പല ആൾക്കാരും തിരിച്ചു വരുന്നത് തട്ട് കിട്ടിയിട്ടാണ്. അല്ലാതെ നല്ല ദൈവം ഒരു കുഴപ്പവും അവർക്ക് വരത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തെ മറന്ന് ചിലപ്പോൾ കുർബാനയ്ക്ക് വരാൻ താമസിക്കും, ചിലപ്പോൾ കുടുംബ പ്രാർത്ഥന മുടക്കും. പിന്നെ അങ്ങനെ ഓരോ കാര്യവും ചിലപ്പോൾ മറന്നു പോകും. അനുഗ്രഹം ചില ആൾക്ക് കിട്ടിക്കഴിയുമ്പോൾ അനുഗ്രഹത്തിനെയാണ് അവർ അറിയണത്, അത് തന്നാളെ മറന്നു പോകും. തന്നാളെ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ചില സമയത്ത് ചില തരത്തിലുള്ള ചില നല്ല കൂട്ടുകാർ വിട്ടുപോകും നമുക്ക്. അപ്പം നമ്മൾ ഓർക്കും ഇനി ഇത് ആരോട് പറയാനാണ് എനിക്കിത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ ആൾക്കാർ ഷെയർ ജോയി കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ വന്നാൽ ഉടനെ ഷെയർ ചെയ്യത്തില്ലേ. ചിലപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാൻ ആരും ഉണ്ടാകത്തില്ല. അത് ഉണ്ടാകാഞ്ഞിട്ടില്ല, ആ ദിവസങ്ങൾ അവരോട് വഴക്കിട്ടിരിക്കും നമ്മൾ. ചിലപ്പോൾ അത് മനഃപൂർവ്വമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയ് ഷെയർ ചെയ്തിട്ട് ഈ ഷെയറിങ്ങിലൂടെ അവർ രണ്ടുപേരും ദൈവത്തെ മറക്കും. അത് ഭയങ്കരമായ ഒത്തിരി പേർക്ക് ഉണ്ടാകുന്ന നിനക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഓർക്ക് എന്തോ നന്മ വരാൻ പോണെന്ന്. അല്ലാതെ എനിക്കിങ്ങനെ ഞാൻ അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്കിങ്ങനെ സംഭവിച്ചെന്നല്ല സംഭവിക്കണം. അതായത് എപ്പോഴും നമുക്ക് നല്ല സന്തോഷം വരേണ്ട സമയത്ത് അതിൻ്റെ കൂടെ അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരിക്കാൻ വേണ്ടി ഒരു മുഖം വെക്കും. അതാണ് ഹോശേയ 11:7 വായിച്ചേ. എന്റെ ജനം എന്നെ വിട്ടകലാൻ തിടുക്കം കാട്ടുന്നു. അതുകൊണ്ട് അവർക്ക് നുകം വെച്ചിരിക്കുന്നു. അപ്പോൾ ഓർക്കേണ്ടത് എന്റെ ജനം എന്ന് പറയുന്നുണ്ടേ, എല്ലാവരും ദൈവത്തിന്റെ ജനമാണെങ്കിലും ദൈവം ഓൺ ചെയ്യണം. ദൈവം ഓൺ ചെയ്താൽ എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ല. അല്ലേ? സങ്കീർത്തനം 16:10. സങ്കീർത്തനം 16:10. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ അതിന്റെ വിഷയം മനസ്സിലായി. ഏത് മുഖം വെച്ചാലും നമ്മളെ തള്ളിക്കളയത്തില്ല. കാര്യം എന്താണ്? എൻ്റെ നിർമ്മലൻ എന്നാ പറയണത്. അതുപോലെ തന്നെ അവിടുന്ന് എൻ്റെ മേൽ
എൻ്റെ മേൽ നുകം വെച്ചിരിക്കുന്നു. അപ്പം ചില ഭാരങ്ങളൊക്കെ വരുമ്പോഴേ അത് ഓർക്കണം, നമ്മൾ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനാണ്. അതിന് സങ്കീർത്തനം ചില പറയുവേ, എനിക്ക് അമിതമായ പണം തരരുത്, എനിക്ക് അമിതമായ സന്തോഷം തരരുത്. നമുക്ക് സുഭാഷിതത്തിൻ്റെ 30-ാം അധ്യായം 8-ാമത് വാക്യം പരിശോധിക്കാം. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. 9-ാം തിരുവചനം, ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ഇതെന്ന് വെച്ചാല് ഈ മിതശീതോഷ്ണമായിട്ട് ലൈഫ് പോകത്തുള്ളത്. അതായത് ഒത്തിരി നമ്മള് സന്തോഷത്തിൻ്റെ കാലം മാത്രമാണ് ചിലപ്പോൾ ദൈവത്തെ മറന്നു പോകും. എപ്പോഴും സങ്കടം മാത്രമാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നിരീശ്വരവാദികളായി പോകും. സാധാരണ മനുഷ്യൻ്റെ ഒരു ഭാവമാറ്റങ്ങൾക്ക് 2 എക്സ്റ്റൻഷനേ ഉള്ളു. അതുകൊണ്ടാണ് ഒരു മീഡിയം ലെവലിൽ നിർത്താൻ വേണ്ടി പറയണത്. ഇതാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത്. അതായത് അമിതമായ സന്തോഷം വരുമ്പോൾ അതിൽ ചെറിയ റെഗുലേഷൻ വരും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഉണ്ടാവും ഇതുപോലെ. നല്ല ദിവസങ്ങൾ ചില സമയത്ത് ചില വിഷയങ്ങൾക്ക് ഒരു റെഗുലേഷൻ വരും. അതിൻ്റെ കാരണം ബൈബിള് പൊതുവെ നൽകുന്നൊരു തോട്ടാണത്. എന്താ തോട്ടം വെച്ച് കഴിഞ്ഞാൽ, അവിടുന്ന് അഹങ്കരിക്കാതിരിക്കാൻ എനിക്കൊരു മുള്ളു തന്നെന്ന് പറയണില്ല. അതാണ് സംഭവം. അത് വായിച്ചത് 2 കൊരിന്തോസ് 12:7. 2 കൊരിന്തോസ് 12:7. വെളിപാടുകളുടെ ആധിക്യം വരുമ്പോഴേ സന്തോഷത്തിന്റെ ആധിക്യം വരിക. ആത്മീയ സന്തോഷത്തിന്റെ ആധിക്യമാണ് വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതല്ല സംഭവം. ഓവറായിട്ട് അധികമായിട്ട് ആഹ്ലാദിക്കാതിരിക്കാൻ ശരീരത്തിൽ ഒരു മുള്ള് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ദൈവം ഏറ്റെടുത്ത ദൈവ പൈതലിൻ്റെ ഒരു ലക്ഷണമാണത്. അത് ഇപ്പം എനിക്ക് കിഡ്നിയുടെ രോഗമില്ലേ, അപ്പോൾ അപ്പോൾ നിങ്ങളോർക്ക് ഞാൻ 24 hours കർത്താവിൻ്റെ ജോലി ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ദൈവം എന്നെ ഫ്രീ ആക്കി നിർത്തത്തില്ല. അപ്പോൾ നിങ്ങൾ ആൾക്കാർക്ക് വിവരമില്ലാത്തവന്മാർ ചോദിക്കും, ഇത്രയും കഷ്ടപ്പെട്ട് ദൈവത്തിന് വേണ്ടി വിവരം ചെയ്തിട്ട് അങ്ങേർക്ക് പോയി ഇങ്ങനെ കുറിച്ചാണല്ലോ. അതല്ല സംഭവം. അതായത് സോഡിയം എപ്പോഴും ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കത്തില്ല, അതിങ്ങനെ മണ്ണെണ്ണയിലിട്ട് വെക്കും. അല്ലേ, നമ്മളുടെ കെമിസ്ട്രിയുടെ പഠനശാലയൊക്കെ പണ്ട് എന്നെ പഠിപ്പിച്ച പപ്പിയാസ് സാറ് ഇതൊക്കെ സോഡിയം കാണിക്കുമായിരുന്നു. സോഡിയം എടുത്ത് പുറത്ത് കൊണ്ടിട്ട് സോഡിയം പുറത്ത് വരുമ്പോൾ സോഡിയം ഓടി കിടക്കും, പോഞ്ഞ് ഓടി കിടക്കും. അവിടെ മുഴുവൻ പുകക്കി കളയും. അത് കാരണം എന്താ, ഇത് മുക്കിയിട്ടേക്കും. ഇതുപോലെയാണ് ദൈവം ചെയ്യണത്. നമ്മുടെ നല്ല സന്തോഷത്തെയും കൃപയെയും ദൈവം ചിലപ്പോൾ സങ്കടത്തിൽ മുക്കിയിട്ടേക്കും. അതെന്തുകൊണ്ടാണ്? വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കാൻ. ഫുൾ സ്വിങ് ആയിട്ടുള്ള ഒരു വചനമാണത്. അതായത് അവിടുന്ന് മരുഭൂമിയിലൂടെ 8:3 നിയമാവർത്തനം 8:3 അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും അതെ കണ്ട, അതാണ് സംഭവം. വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. ഇതുപോലുള്ള വചനം വല്ലോടത്തും കിട്ടുമോ? അതായത് നമ്മൾ അമിതമായി സന്തോഷിക്കാതിരിക്കാനും ഈ സന്തോഷം, അല്ലെങ്കിൽ നീ ഒരു സിനിമ നിർമ്മിതാവാണ്, അല്ലെങ്കിൽ നീ ഒരു സിനിമ ഡയറക്ടറാണ്, അപ്പോഴും ഭജനം നിനക്ക് അമിതമായ സന്തോഷം ഉണ്ടാവും. കാര്യം നിന്നേക്കാൾ സീനിയറായിട്ട് വന്ന ആൾക്കാർക്ക് ഒരു അവാർഡ് കിട്ടിയിട്ടില്ല, നിനക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ പഠനകാലങ്ങൾക്കെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ എന്നാ പറ്റും? അപ്പോൾ അതുകൊണ്ട് സന്തോഷം ഉണ്ടാകുമ്പോൾ കർത്താവ് പറയും, എന്താണ്, ഈ സന്തോഷം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കണമെന്ന് പറയും. മാത്രമല്ല, അതാണ് വിഷയം. മാത്രമല്ല,
ജീവിക്കണത്. ഇപ്പം നിനക്ക് പഠനത്തിൽ റാങ്ക് കിട്ടി, സാഹിത്യം എഴുതുമ്പോൾ നിനക്ക് അവാർഡ് കിട്ടി. അപ്പോൾ കർത്താവ് പറയും, ഈ അവാർഡിൻ്റെ സന്തോഷം മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്. എന്താണ്? തൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടാണ്. അപ്പം തന്നെ ഷിഫ്റ്റ് ചെയ്ത് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. എല്ലാവരെയും മാറ്റത്തൊന്നുമില്ല, താൻ നിശ്ചയിച്ചുറപ്പിച്ച് മുൻകൂട്ടി വിളിച്ച് തിരഞ്ഞെടുത്ത ആൾക്കാരെ. അപ്പം അങ്ങനെ വരുമ്പോൾ ആധ്യാത്മിക മേഖലയെ വ്യാപരിക്കുകയും ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും സുവിശേഷ ജീവിത രീതി അനുഷ്ഠിക്കുന്നവർക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളെ കർത്താവ് തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. യു ആർ ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. താങ്ക് യു. ഇന്ന് നിലവിലുള്ള പ്രാർത്ഥനാ ക്രമങ്ങളിൽ മനുഷ്യൻ്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ ഏറ്റവും പെട്ടെന്ന് അഡ്രസ്സ് ചെയ്യുന്ന സുവിശേഷ പദ്ധതിയാണ് ഉടമ്പടി. ഇപ്പോൾ വർഷകാലമാണെങ്കിലും ഇവിടെ ഉടമ്പടി എടുക്കുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവില്ല. അതിൻ്റെ കാരണം ബഹുജനം ഇപ്പോഴ് ഈ വിഷയത്തെക്കുറിച്ച് വളരെ സാക്ഷരതയുള്ളവരാണ്. ഇതിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ ആൾക്കാർക്ക് ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ കുറച്ച് കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഇത് കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. ശരിക്കും പറഞ്ഞാൽ ആദ്യം വരുന്നവർക്ക് ഇതൊരു കോംപ്ലിക്കേറ്റഡാണ്. ആ ഉടമ്പടി അതിൻ്റെ മർമ്മം മനസ്സിലാക്കി അതിൻ്റെ കർമ്മങ്ങളും ക്രമങ്ങളും ഒക്കെ മനസ്സിലാക്കി ഷാർപ്പ് ഷൂട്ട് ചെയ്യണതിന് നല്ല ഒരു ബുദ്ധിയും അറിവും കൂടി വേണം. മറ്റ് പ്രാർത്ഥനാ രൂപങ്ങളെപ്പോലെ ഇത് പെട്ടെന്ന് വാഗുകൊണ്ട് എന്തെങ്കിലും മസ്തർക്കം പറഞ്ഞാൽ ആക്ടിവേറ്റ് ആകത്തില്ല. ഇത് ഹെവി ഡ്യൂട്ടി ചെയ്യുന്നത് കൊണ്ടാണ്. ഹെവി ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 0- നമ്മുടെ ലൈഫ്. നോബഡി ടു ഹെൽപ്പ്. നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒഴുക്കിൽ പെട്ടുപോവുകയാണ്. ഒരു സഹോദരി 10 കിലോമീറ്ററോളം കഴിഞ്ഞ ദിവസങ്ങളിൽ പുഴയിൽ ഒഴുകിപ്പോയില്ലേ. അവസാനം ഒരു പിടിവള്ളി കിട്ടി. അപ്പോൾ അവർക്ക് ബോധമുണ്ടായി. അവരവിടെ കിടന്ന് അലറി. നാട്ടുകാർ കണ്ട് അവരെടുക്കുകയാണ് ചെയ്തത്. പക്ഷെ പിടിവള്ളി പോലും കിട്ടാതെ എത്രയോ പേര് കടലിലോട്ട് പോയിരിക്കണം ഒഴുകി. ഞാനൊക്കെ സെമിനാരി പഠിക്കുമ്പോൾ മംഗലപ്പുഴ സെമിനാരിയുടെ കുന്നിൻ്റെ അതുപോലെ തന്നെ കർമ്മലഗിരി കുന്നിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ ഈ ജൂൺ മാസത്തെ ശവങ്ങൾ ഒഴുകിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. കമന്ന് കിടപ്പോൾ വള്ളക്കാർ പുഴയിൽ കൂടി ചരലെടുക്കാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കുത്തിപ്പോകുന്നവർ ആരും ശവത്തെ തൊടത്തില്ല. അവർ കൂവും. അപ്പോൾ കൂവുമ്പോൾ പിന്നെ എല്ലാവരും കണ്ടവർ കൂവും. അങ്ങനെ ഈ വാർത്ത പുറത്ത് കേട്ടിട്ട് ശവമാണെന്ന് മനസ്സിലായിട്ട് ആൾക്കാർ പോലീസിൽ അറിയിക്കും. പോലീസിൽ അറിയിക്കുമ്പോൾ ഈ സംഭവം കൊടുങ്ങല്ലൂരേക്ക് പോയി കാണും, ഒഴുകിപ്പോയി കാണും. അപ്പം അങ്ങനെ ജീവിതം ചില സമയത്ത് പെട്ടുപോകും. ആരും കാണാതെ ശവമായി ഒഴുകി കടലിലോട്ട് പോകുന്ന ഒരവസ്ഥ. ഇങ്ങനെ വരുന്ന ജീവിതത്തിൻ്റെ പിടിവള്ളി ദൈവമാണ്. ഉടമ്പടിയുടെ റോൾ അതാണ്. ഒരു പിടിവള്ളിയുമില്ല. മനുഷ്യൻ്റെ പിടിവള്ളി എല്ലാം പോകുമ്പോൾ ഒരു പിടിവള്ളിയായിട്ട് പരിശുദ്ധ അമ്മ കൈ നീട്ടി തരും ഇങ്ങോട്ട്. ഇതാണ് എൻ്റെ പിടിവള്ളി. നീ ഒഴുകി കടലിലോട്ട് പോകണ്ട, ഞാൻ നിന്നെ തടഞ്ഞു നിർത്തും. ഇത് അമ്മ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല, ദൈവത്തിൻ്റെ ഒരു നയപരിപാടിയുടെ ഭാഗമാണ്. ഒരു പിടിവള്ളിയും ഇല്ലാതിരിക്കുന്നവനെ ഒരു കൈ നീട്ടി കൊടുക്കുക. നമ്മൾ ഒരു ശവം ഇതുപോലെ ഒഴുകി ശ്മശാനത്തിലേക്ക് പോകുന്നത് കർത്താവ് കാണുന്നൊരു കാഴ്ച ബൈബിളുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം
സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 7:11. അതിനുശേഷം അവൻ നായിൻ എന്ന പട്ടണത്തിലേക്ക് പോയി. ശിഷ്യന്മാരും വലിയൊരു ജനക്കൂട്ടവും അവനെ അനുഗമിച്ചു. അവൻ നഗര കവാടത്തിനടുത്തെത്തിയപ്പോൾ മരിച്ചുപോയ ഒരുവനെ ചിലർ എടുത്തുകൊണ്ട് വരുന്നത് കണ്ടു. ഒരു വിധവയുടെ ഏകപുത്രനായിരുന്നു അവൻ. പ്രൈസ് ദി ലോർഡ്. കുറേ ആൾക്കാർ നമ്മുടെ ജീവിതം എടുത്തുകൊണ്ട് പോണത് കണ്ട്. അത് നിസ്സാര കാര്യമല്ല. നമ്മൾ ചില സമയത്ത് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകേണ്ട അവസ്ഥയിലായിപ്പോവും. നമ്മുടെ മെറിറ്റ് 0 ആയിപ്പോവും. അതാണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. മറ്റുള്ളവർ എടുത്തുകൊണ്ട്, ഇപ്പോൾ സാമ്പത്തികമായി ആരെങ്കിലും നമ്മൾ എടുത്തുകൊണ്ട് പോകാതെ നമ്മൾ രക്ഷപ്പെടത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസിലായാലും ശരി, ഇനി രോഗം നമ്മൾ മരുന്ന് കഴിക്കുന്നു, മരുന്ന് കഴിച്ചിട്ടും ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ നിങ്ങളുടെ രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴും ആ നേരത്തെ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾക്കൊന്നും മാറ്റമില്ല, അത് അതുപോലെ ഇരിക്കുകയാണ്. അതുപോലെ ഇരിക്കുകയാണെങ്കിൽ ഡോക്ടർ 2 കാര്യം ചെയ്യും. ഒന്നെങ്കിൽ പറയും നിങ്ങളൊരു കൂടിയ ആശുപത്രിയിലോട്ട് പോകാൻ പറയും. ഇത് പറഞ്ഞില്ലെങ്കിൽ ഡോക്ടർ ഉടനെ പറയും ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ല, നിങ്ങൾ ഡയറ്റ് കീപ്പ് ചെയ്തില്ല, അപ്പം നമ്മൾ പ്രതിയാവും. ഡോക്ടറിനതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമ്മൾ പ്രതിയാകും, അല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് വേറെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ആശുപത്രിയോട് ഷിഫ്റ്റ് ചെയ്താലോ അവരും ചില സമയത്ത് നിസ്സഹായരായി നിൽക്കുന്ന കാണാം. അവിടെ കുഴപ്പം കൊണ്ടല്ല. ഇപ്പം ഏഞ്ചലിൻ്റെ സാക്ഷ്യമൊക്കെ അതാണ് കാണിക്കുന്നത്. ഏഞ്ചൽ ചാലക്കുടിയിലെ ഒരു സാക്ഷ്യം ഇവിടെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അത് ഒരു വല്ലാത്ത സാക്ഷ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏഞ്ചൽ ട്രെയിനിൽ സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ആ ട്രെയിനിലിരുന്ന് സ്വാഭാവികമായിട്ട് ഉറങ്ങിപ്പോയി. അപ്പോൾ സ്ഥലം കഴിഞ്ഞത് അറിഞ്ഞില്ല. സ്ഥലം കഴിയുകയും പിന്നെ ട്രെയിൻ പതുക്കെ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഏഞ്ചൽ ഒരു കോൺഫിഡൻസിൽ ചാടിക്കഴിഞ്ഞപ്പോൾ കാല് ഉതച്ചു പോയി. പിന്നെ ആശുപത്രിയിൽ കൊണ്ട് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് മൊത്തം നുറുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരു ഫസ്റ്റ് ആദ്യത്തെ ഘട്ട ചികിത്സയൊക്കെ കഴിഞ്ഞു. കാല് ഓക്കെ ആയെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. അപ്പോൾ വൈദ്യശാസ്ത്രം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ. കാല് ഓക്കെയാണ്, അവർ സ്കാൻ ചെയ്ത് നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ സുഖപ്പെട്ടു. പക്ഷേ വൈദ്യശാസ്ത്രം സുഖപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഏഞ്ചലിന് നടക്കാൻ പറ്റണില്ല. പിന്നെ അവിടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വേറെ ഒരു മേൽത്തരം ആശുപത്രിയിലോട്ട് പോകും. മേൽത്തരം ആശുപത്രിയിലോട്ട് പോകുമ്പോൾ കഠോര വേദനയാണ്. ശരിക്കും നടക്കാൻ പറ്റാത്ത മാത്രമല്ല, ഉപ്പുകുറ്റിക്ക് നല്ല കടുത്ത വേദനയാണ്. ഇപ്പോൾ വേദന സഹിച്ച് ഇനി കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ ദിവസങ്ങൾ ആശുപത്രി താമസിച്ചിട്ടും അതിനൊരു മാറ്റമില്ല. വേദനയ്ക്കും നടക്കാൻ പറ്റണില്ല, കാല് കുത്താൻ പറ്റണില്ല. അമ്മ തന്നെ ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തേക്കുമ്പോൾ ഏഞ്ചൽ പറയാം അമ്മ തേച്ചിട്ട് പോയിക്കോ, തിരുമാൻ നിൽക്കണ്ടെന്ന് പറയും. കാരണം തിരുമിയ എൻ്റെ ജീവൻ പോകുമെന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, തൈലം തേച്ചിട്ടൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉരച്ച ജീവൻ പോണ അത്രയും പിടച്ചിൽ വേദനയുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇവളുടെ പരീക്ഷയൊക്കെ വരണം. അപ്പോൾ എല്ലാം കൊണ്ടും ഇവൾ പെട്ടുപോയെന്ന് ഒക്കെ മനസ്സിലാകും. കുറച്ച് കഴിയുമ്പോൾ ഒരു ദിവസം തല ഇങ്ങനെ ചൂടായി മരച്ച് വരും.
അപ്പോഴേ അവൾക്കിട്ട് കണ്ണീരിൽ നിന്ന് ഇങ്ങനെ ആശുപത്രി കിടന്ന് കൂടെ കണ്ണീരിങ്ങനെ വീഴും. എന്നിട്ട് അവൾ ചോദിക്കും, അമ്മേ ഞാനിങ്ങനെ ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോകുമെന്ന് ചോദിക്കും. ജീവിതകാലം മുഴുവൻ തളർവാദം പിടിച്ചു പോവുക, എന്നിട്ട് നീ എന്നെ സുഖപ്പെടുത്തിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അല്ലേ? അപ്പോൾ അതായിരിക്കും ചിലപ്പോൾ ദൈവഹിതം അല്ലേ? അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ദൈവം ചിലപ്പോൾ എന്നെ ഒരു സുവിശേഷത്തിൻ്റെ ഉപകരണമാക്കിയിരിക്കും അല്ലേ? ഇങ്ങനെ കുറേ കാര്യങ്ങൾ അല്ലേ എന്ന് ഇവൾ അമ്മയോട് ചോദിക്കും. കാര്യം അവൾക്ക് നിക്കക്കള്ളിയില്ല, അവൾ പെട്ടുപോയെന്നൊക്കെ മനസ്സിലാകും. അപ്പോഴേ ഏഞ്ചലിൻ്റെ അമ്മ സാക്ഷ്യം കേൾപ്പിച്ചു കൊടുക്കും. നമുക്കറിയാലോ, ഇപ്പോൾ ആൾക്കാർ വചനം കേൾക്കുന്ന പോലെ തന്നെയാണ് വചനത്തിൻ്റെ വചനം ആക്ടിവേറ്റ് ആയിട്ടുള്ള, ഇപ്പം നമ്മൾ നെല്ലും ചോറും തമ്മിലുള്ള വ്യത്യാസമാണ് വചനവും സാക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസം. വചനം നെല്ലാണെങ്കിൽ അത് പുഴുങ്ങിക്കുത്തി ചോറായി എടുത്തതാണ് സാക്ഷ്യം. സാക്ഷ്യം പെട്ടെന്ന് മനസ്സിലാകും, വചനത്തേക്കാൾ പെട്ടെന്ന് സാക്ഷ്യം മനസ്സിലാകും. അത് സാക്ഷ്യം ഇന്ന് ഒത്തിരി ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നുണ്ട്. ഭക്ഷണം പോലെ, ആധ്യാത്മികവും ഭൗതികവുമായ ഭക്ഷണം പോലെയാണ് ആൾക്കാർ സാക്ഷ്യം ഉപയോഗിക്കുന്നത്. കാര്യം സാക്ഷ്യം വരുമ്പോഴേ നമ്മൾക്കെന്ത് സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് എന്നാ പറ്റണത്? നമ്മൾ വിശ്വാസത്തിലിങ്ങനെ രൂപപ്പെട്ട് വളർന്നുകൊണ്ടിരിക്കും. നമ്മളൊരു വിശ്വാസം ഇങ്ങനെ സാക്ഷ്യം കേൾക്കുന്നതനുസരിച്ചിട്ട് വിശ്വാസം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. അത് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം നമുക്ക് വലിയ ഫലം തരും. കാര്യം വിശ്വാസം നിസ്സാരമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിൽ വിശ്വാസം ജനിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പൗലോസ് പറയുന്നുണ്ട്. ഇതുപോലെ സാക്ഷ്യത്തിൻ്റെ ഒരു ആധ്യാത്മിക രാസപ്രക്രിയയുടെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഫെയ്ത്താണ്. അതിൻ്റെ അകത്ത് സൊല്യൂഷൻ ഫെയ്ത്ത് ഇങ്ങനെ രൂപപ്പെട്ട് വരും. ഫെയ്ത്ത് രൂപപ്പെട്ട് വന്നാൽ ഒരു വിഷയം, ഒരു സബ്ജക്റ്റ്, അത് കടുത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അതിനെ അതിജീവിക്കേണ്ട ഒരു വിശ്വാസം വേണ്ടി വരും നമുക്ക്.